ഹായ് ഫ്രണ്ട്സ്, റൂബീസ് ക്യൂബ് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നല്ല അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ആദ്യം ഇത് നന്നായിട്ടൊന്ന് മാറ്റം വരുത്തുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ മാറ്റം വരുത്തിയ ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യണം. ഇപ്പോൾ വൈറ്റ്, ഞാനിവിടെ വൈറ്റ് സെലക്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ നേരെ ബാക്കിൽ ഏതാ കളറെന്ന് നോക്കുക. അത് യെല്ലോ ആയിരിക്കും. ഈ യെല്ലോയുടെ ചുറ്റും വൈറ്റ് ആദ്യം കൊണ്ടുവരാം. അത് അവനവൻ്റെ ഐഡിയക്കനുസരിച്ച് വൈറ്റ് ചുറ്റും ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് അങ്ങനെ പ്ലസ് പോലെ കൊണ്ടുവരണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ സൈഡിൽ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. അതിങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വൈറ്റായി. അങ്ങനെ ഓരോ ഈ മഞ്ഞ കളറിൻ്റെ ചുറ്റും ഇവിടെ 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 ആയിട്ട് ഓരോ വൈറ്റ് പ്ലസ് പോലെ കൊണ്ടുവരണം. അപ്പോൾ അതാദ്യം ചെയ്യുക. അതെങ്ങനെ ചെയ്യുക, അത് അവരവരെ ഐഡിയക്കനുസരിച്ച് അവരവർ ചെയ്യുക. ഓക്കെ, ഇതിങ്ങനെ ചുറ്റും പ്ലസ് പോലെ വരണം. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതിൻ്റെ ബാക്കിൽ വൈറ്റ് അല്ലേ, ഈ വൈറ്റുകളെല്ലാം തിരിച്ച് ഇവിടേക്ക് കൊണ്ടുവരിക. അത് വെറുതെ അങ്ങനെ തിരിച്ച് കൊണ്ടുപോയാൽ മാത്രം പോരാ, ഓരോ കാര്യം അതിൽ ശ്രദ്ധിക്കാനുണ്ട്. ഈ വൈറ്റിൻ്റെ നേരെ താഴെയുള്ള കളർ ഏതാ നോക്കുക, ചുവപ്പ്. അപ്പോൾ ഈ സെൻറ്റർ ഭാഗത്ത് ചുവപ്പുള്ളതിനെ ഇതിൻ്റെ ഒപ്പം നമ്മൾ ആദ്യം സെറ്റാക്കണം, ചുവപ്പ്. അതിൻ്റെ ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് തിരിക്കേണ്ടത് ബാക്കിലേക്ക്. കണ്ടോ, അപ്പോൾ വൈറ്റ് ഇങ്ങനെ ആയി. അടുത്തത് ബ്ലൂ ഇവിടെ മാച്ച് തന്നെയാണ്. അപ്പോൾ ബ്ലൂ അതുപോലെ തിരിച്ചു കൊടുക്കുക. അടുത്ത ഓറഞ്ച് ഇവിടെ മാച്ച് തന്നെയാണ്, ഓറഞ്ചും തിരിച്ചു കൊടുക്കുക. പച്ച മാച്ച് തന്നെയാണ്. ഇങ്ങനെ തിരിച്ചതിൻ്റെ ശേഷം അപ്പോൾ ഇങ്ങനെയാവും കിട്ടുക, പ്ലസ് ആയിട്ട് കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ തിരിച്ച് പിടിച്ചതിന് ശേഷം ഈ കോർണർ ഭാഗത്ത് വൈറ്റ് വരുന്ന കളറുകളൊക്കെ ഉണ്ടോ നോക്കുക. അതാ ഈ കോർണറിൽ അതതുപോലെ. അപ്പോൾ ഈ വൈറ്റിൻ്റെ അടുത്ത് ഏതാ കളർ നോക്കുക, ബ്ലൂ കളർ. അപ്പോൾ ഇവിടെ ബ്ലൂ, ഇവിടെ ഈ ബ്ലൂ കളർ നടുവിൽ വരുന്നത് പോലെ സെലക്ട് ചെയ്ത് വയ്ക്കുക. കണ്ടോ, ഇതുപോലെ വയ്ക്കുക. ഇതിപ്പോൾ ബ്ലൂ കളറല്ല, ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകണം. ഈ വൈറ്റ് ഇവിടെ വയ്ക്കണം. ഈ സൈഡിലത്തെ ഇത് ഇവിടുത്തെ കട്ടയിന് സൈഡിൽ ഈ ഓറഞ്ച് കളറായിട്ട് ബ്ലൂ ഈ സൈഡിൽ, വൈറ്റ് ഈ മുകളിലായിട്ട് വരും. അപ്പോൾ ഇത് ഇവിടുത്തെ കട്ട തന്നെയാണ്. ഇത് നമ്മൾ എങ്ങനെ ഇങ്ങോട്ട് എത്തിക്കും എന്നുള്ളതിൻ്റെ ഐഡിയ ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഇങ്ങോട്ട് തിരിക്കുക, എന്നിട്ട് ഇത് താഴത്തേക്ക് ഇട്ടിട്ട് ഇത് ഇങ്ങോട്ടാക്കി മുകളിലോട്ടാക്കി കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് വരും. ഇപ്പോൾ ഇത് ഇവിടെ കറക്റ്റ് പൊസിഷനിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ ഭാഗത്തും നമ്മൾ ചെയ്യുക. അടുത്ത കളർ സെലക്ട് ചെയ്യുക. ഇതാ പച്ച, വൈറ്റിൻ്റെ ബാക്കിലുള്ള കളർ പച്ച. അപ്പോൾ ഇത് പച്ചയുടെ അടുത്ത് കൊണ്ടുപോയി വയ്ക്കുക. ഇതുപോലെ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് ഇങ്ങോട്ട് മാറ്റി വെച്ച് ഇത് താഴത്തേക്ക് ഇറക്കി ഈ കട്ട ഇങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതിവിടെ വന്നിരിക്കും. അടുത്ത കളർ സെലക്ട് ചെയ്യുക. ഇതും പച്ച തന്നെ, അതും പച്ചയുടെ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. ഇതിവിടേക്ക് വെക്കേണ്ട കട്ടയിന്. അപ്പോൾ ഇത് ഇങ്ങോട്ട് തിരിച്ച് വെക്കുക, ഇതിങ്ങോട്ട് താത്തുക, ഇങ്ങോട്ട് വെക്കുക. അപ്പോൾ ഇതിങ്ങനായി. ഇനി ലാസ്റ്റ് ഉള്ളത് ഇവിടുത്തെ കട്ടയാണ്. ഈ കട്ട തിരിഞ്ഞാണ് ഇരിക്കണം എന്നുള്ളത്. ഇവിടുത്തെ കട്ട തന്നെയാണ്, പക്ഷേ തിരിഞ്ഞിട്ടായിരിക്കണം. അപ്പോൾ ഇത് നമ്മൾ ശരിയാക്കണം. അതിന് ഇതാദ്യം ഇങ്ങോട്ട് താഴത്ത് ഇറക്കി വയ്ക്കുക. ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ബ്ലൂ കളർ, അത് ഇങ്ങോട്ട് കയറ്റിയാൽ മതി. അപ്പോൾ ഇതിങ്ങോട്ട് താത്തി ഇത് ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയി കിട്ടും. ഇപ്പോൾ ഇവിടെ ഫുൾ ഓറഞ്ച്, ഫുൾ ബ്ലൂ, ഫുൾ റെഡ്, ഫുൾ ഗ്രീൻ എല്ലാം കളർ കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം വളരെ കറക്റ്റായിട്ടുണ്ട്.
അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുക. ഈ ഭാഗങ്ങളൊക്കെ പച്ച, ഈ ഭാഗങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ഇവിടെ യെല്ലോ അല്ലാത്ത കളർ സെലക്ട് ചെയ്യണം. ഇതിലിപ്പോൾ ഇത് യെല്ലോ വരാത്ത കളറാണ്. ഇത് ഇവിടെ കളർ ഏതാ വരുന്നത്? ഓറഞ്ച്. അപ്പോൾ ഈ ഓറഞ്ചിന് മാച്ചാക്കി വെക്കുക. ഇത് ഓറഞ്ചിന് മാച്ചാണ്. അതായത് ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ കട്ട ഇവിടെ വരേണ്ട കട്ടയാണ്. ഈ സൈഡിൽ പച്ച, ഇവിടെ പച്ച, ഇതാകട്ടെ ഇവിടെ പച്ച, ഇവിടെ ഓറഞ്ച്. അപ്പോൾ ഇത് എങ്ങനെ ഇങ്ങോട്ട് എത്തിക്കുക എന്നുള്ളതിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഞാനിവിടെ ചെയ്ത് കാണിക്കാം. അതിനിതാ ഫസ്റ്റ് ഈ ഭാഗം നമ്മൾ ഇങ്ങോട്ട് തിരിക്കുക, പിന്നെ ഇത് മുകളിലേക്ക് കയറ്റി, പിന്നെ ഇങ്ങോട്ട് തിരിച്ച്, ഇത് ഇങ്ങോട്ട് തിരിച്ച്, പിന്നെ അപ്പോൾ ഈ ഒരു വെള്ളം ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും ഒറ്റയ്ക്ക്, അതിനെ ബാക്കിലേക്ക് ആട്ടി ഇത് ഇങ്ങോട്ട് മുകളിലേക്കാക്കി ആ വെള്ളേനെ ഇങ്ങോട്ട് തന്നെ ആക്കി കഴിഞ്ഞാൽ ഒരു ലൈനായി കിട്ടും, വൈറ്റ് ലൈൻ. അതിനെ താഴോട്ട് വെക്കുക. അപ്പോൾ ആ പച്ച ഇവിടെ ഈ ഓറഞ്ച് കട്ട കറക്റ്റായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും. അതുപോലെ നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് എല്ലാ ഭാഗത്തും ചെയ്യുക. ഇവിടെ മെറൂണ്, ഈ മെറൂണിനെ നമ്മൾ ഇങ്ങോട്ട് തിരിക്കണം. അതിന് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ടാക്കി, വൈറ്റിനെ ഇങ്ങോട്ട് തിരിച്ച് ആക്കി കറക്റ്റായി. ഇത് അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഞാൻ വീഡിയോയുടെ ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ സ്പീഡിൽ ചെയ്യാൻ കാരണം. അപ്പോൾ അത് ദയവായി ക്ഷമിക്കണം. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ യെല്ലോ അല്ലാത്ത കളർ നമ്മൾ സെലക്ട് ചെയ്യണം. യെല്ലോ ഇപ്പോൾ എല്ലാ ഭാഗത്തും യെല്ലോ ഉണ്ട്. ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, 4 ഭാഗത്ത് യെല്ലോ ഉണ്ട്. അപ്പോൾ ആദ്യം ഈ യെല്ലോ അല്ലാത്ത കളറിനെ നമുക്ക് ഇങ്ങോട്ട് മുകളിലേക്ക് എത്തിക്കണം. അതിന് നമുക്ക് ഒരു ഇക്വേഷൻ ചെയ്യാനുള്ളത് ഇതിങ്ങോട്ട് തിരിച്ച് ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ച് കാണുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള കട്ട ഇവിടെ മുകളിലേക്ക് പോയി നിൽക്കുന്നുണ്ടാവും, ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യം റെഡിൻ്റെ ആ ഭാഗത്തേക്ക് കൊണ്ടുവരിക. റെഡിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്നു. ഇനി നമ്മളിത് ഇനി ഇങ്ങോട്ട് മാത്രം ആക്കിയാൽ മതി. അത് നമ്മൾ നേരത്തെ ഇക്വേഷൻ ചെയ്ത പോലെ ഇത് ഇങ്ങോട്ട് തിരിച്ച് ഈ ഭാഗം ഇങ്ങോട്ട് തിരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനായി, പിന്നെ ഇങ്ങനായി. അപ്പോൾ വൈറ്റിൻ്റെ ലൈന് കിട്ടി. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ക്ലിയറായി. ഇവിടെ ഫുൾ ഓറഞ്ച് വന്നു, ഗ്രീൻ വന്നു, റെഡ് വന്നു, ബ്ലൂ വന്നു, എല്ലാ ഭാഗവും ക്ലിയറായി. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇത് ഇങ്ങനെ പിടിക്കുക. ഇത് പിടിച്ചതിന് ശേഷം ഇനി നമുക്ക് ഇവിടെ നമ്മൾ യെല്ലോയുടെ ഒരു പ്ലസ് ഉണ്ടാക്കണം. ഇവിടെ യെല്ലോൻ്റെ ഒരു പ്ലസ് ഉണ്ടാക്കണം. അതിന് ഞാനൊരു ഇക്വേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഇതിങ്ങനെ പിടിച്ചതിന് ശേഷം അതിങ്ങനെ തിരിച്ച് വലത്തോട്ട് തിരിച്ച്, മുകളിലോട്ട് തിരിച്ച്, ഇത് ലെഫ്റ്റിലോട്ട് തിരിച്ച്, ഇത് താഴത്തോട്ട് തന്നെ തിരിച്ച്, ഇത് പഴയ പോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ടിങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ ജെ പോലൊരു കിട്ടും, ജെ പോലെ. അപ്പോൾ ഇത് ജെ പോലെ ആയി നമ്മളിങ്ങനെ ആകെ പിടിച്ചിരിക്കുക. ഇങ്ങനെ ജെ പോലെ ഇത് പിടിച്ച് ഇതിൻ്റെ ശേഷം പിന്നെ തിരിക്കുക. ഇത് അതുപോലെ തന്നെ ആ ഇക്വേഷൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്ത് വീഡിയോ സ്ലോയിലിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പത്തിൽ മനസ്സിലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ആ ഇക്വേഷൻ ഒന്നുകൂടി ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ലൈന് കിട്ടി. പിന്നെ ആ ഇക്വേഷൻ തന്നെ ഒന്നും കൂടി ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ പ്ലസ് ആയി കിട്ടിയിട്ടുണ്ട്, യെല്ലോയുടെ ഒരു പ്ലസ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2 കളറുകൾ മാച്ചായി കിട്ടും. ഇവിടെ മാച്ചല്ല, ഇവിടെ റെഡ് ആൻഡ് ഗ്രീനാണ്, അതുപോലെ ഇവിടെ ഗ്രീൻ ആൻഡ് റെഡാണ്. ഇതുപോലെ ഇങ്ങനെ മാച്ചായി കിട്ടണം. അപ്പോൾ ഏതെങ്കിലും 2 കളറാണ് ഇവിടെ മാച്ചാണ്, ഓറഞ്ച് ഇവിടെ മാച്ചാണ്, അതുപോലെ ഇവിടെ ബ്ലൂ, അങ്ങനെ 2 കളർ മാച്ചായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2 കളർ മാച്ചായതിന് ഓറഞ്ചും കറക്റ്റ് മാച്ചാണ്. അപ്പോൾ ഒരു മാച്ച് വരുന്ന കളറിനെ ബാക്കിലോട്ടും ഒരു കളറ് ഈ റൈറ്റ് സൈഡിലായിട്ട് പിടിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള ഈ 2 കളറും കൂടി മാച്ചായി കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ഒരു ഇക്വേഷൻ ചെയ്യുന്നത്. അത് ശ്രദ്ധിച്ച് കാണുക. ഇത് മുകളിലോട്ട് തിരിച്ച്, ഇത് ഇങ്ങോട്ട് തിരിച്ച്, ഇത് താഴത്തോട്ട് തിരിച്ച്, പിന്നെ ഇങ്ങോട്ട് തിരിച്ച്, പിന്നെ ഇത് മുകളിലോട്ട് തിരിച്ച്, ഒരു തിരിച്ച് ഒന്നും കൂടി തിരിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ലൈന് കിട്ടും. അപ്പോൾ അതിങ്ങനെ താത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി തിരിച്ച് കഴിഞ്ഞാൽ ഇവിടെ പച്ചയായി, ഇവിടെ റെഡായി, ഇവിടെ ബ്ലൂ മാച്ചായി, ഇവിടെ ഓറഞ്ച് മാച്ചായി. അതുപോലെ തന്നെ മുകളിൽ പ്ലസ്സും വന്നിട്ടുണ്ട്, യെല്ലോയുടെ പ്ലസ്സും വന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ഏകദേശം നമ്മുടെ ഭാഗത്ത് മാച്ചായി നിൽക്കുന്ന കളറ് ഏതാ നോക്കുക. അപ്പോൾ ഇവിടെ ഗ്രീനാണ്, ഇവിടെ റെഡാണ്, ഇവിടെ യെല്ലോ ആണ്. ഇവിടുത്തെ കളറ് യെല്ലോ മാത്രമേ ഇവിടെ മാച്ചായിട്ടുള്ളൂ.
ബാക്കി 2 കളർ മാച്ചല്ല. അപ്പോൾ ഏകദേശം എല്ലാ കളറും മാച്ചതാ. ഇത് മാച്ചാണ്. ഓറഞ്ച് ഇവിടെ വരേണ്ട കളറാണ്, പക്ഷേ ഇത് ഇവിടെ വരുന്നിട്ടുള്ളത് യെല്ലോ ഇവിടെ വരേണ്ടതാണ്. ഇത് ഇവിടുത്തെ കട്ട തന്നെയാണ്, പക്ഷേ ഇത് തിരിഞ്ഞിട്ടാണ് ഇരിക്കണമെന്നുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കട്ട വലത് സൈഡായിട്ട് ഇങ്ങനെ പിടിക്കുക. ഇനി ഞാനൊരു ഇക്വേഷൻ ചെയ്യും. അപ്പോൾ ഇത് 4 സൈഡും ശരിയായിട്ട് വരും. ആ ഇക്വേഷൻ ചെയ്യാം. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. ഇത് ആദ്യം ഇങ്ങോട്ട് തിരിച്ച്, ഇത് ഇങ്ങോട്ട് തിരിച്ച്, ഇത് ഇങ്ങോട്ട് തിരിച്ച്, ഇങ്ങോട്ട് തിരിച്ച്, ഇങ്ങോട്ട് തിരിച്ച്, ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്തായിപ്പോൾ മാച്ചായിട്ടില്ല. ഇപ്പോൾ ഇതിങ്ങനെ തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ മാച്ചല്ല, ഇവിടെയും മാച്ച് കിട്ടിയിട്ടില്ല. ഇവിടെ ഏകദേശം മാച്ചുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഭാഗങ്ങൾ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇങ്ങോട്ട് തിരിക്കുക. എന്നിട്ട് ഈ ഭാഗം ഇങ്ങോട്ട് തിരിച്ച്, ഈ ഭാഗം ഇങ്ങോട്ട് തിരിച്ച്, ഇങ്ങോട്ട് തിരിച്ച്, ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്നിട്ട് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ മാച്ചല്ല, ഇവിടെ മാത്രം മാച്ചായിട്ട് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഒന്നുകൂടി തിരിച്ച് നോക്കാം. അത് 4 ഭാഗത്തും മാച്ചാവുന്ന വരെ ഈ ഒരു ഇക്വേഷൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് പറയാൻ കാരണം. ഇപ്പോൾ ഇവിടെ ശരിയായിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെയും ശരിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെയും മാത്രമേ ശരിയാവാനുള്ളൂ. അതിന് ഞാൻ വേറൊരു ഇക്വേഷൻ ചെയ്യാം. അതിങ്ങനെ പിടിക്കാം. എന്നിട്ട് ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ് എന്നൊരു ഇക്വേഷൻ ചെയ്യണം. അത് ചെയ്തുകൊണ്ടേയിരിക്കുക. ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്, അതേ ഇക്വേഷൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്, ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്, ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്, ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്. ഓക്കെ, എല്ലാ ഭാഗവും ക്ലിയർ ആയിട്ടുണ്ട്. വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. എനിക്കറിയാം ഇങ്ങനെയല്ല പറഞ്ഞു തരേണ്ടതെന്ന്. ഞാനൊന്ന് സ്പീഡായിട്ട് പറഞ്ഞതാണ്. വീഡിയോയുടെ ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ച് പെട്ടെന്ന് പറഞ്ഞതാണ്. നിങ്ങൾ കമൻറ്റ് നല്ല രീതിയിൽ ഒന്നുകൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ദിവസം നന്നായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.